ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തന്നെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ്. ഇതിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളും എല്ലാ റെസിപ്പീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടൊക്കെ വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പതിവ് പോലെ തന്നെ എൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 6 മണിക്കാണ് കേട്ടോ. ഇപ്പം നമസ്കാരവും ഒത്തും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് കിച്ചണിലേക്ക് വന്നേ. ഞാനിപ്പോൾ ഇതാ തലേദിവസമില്ലേ പയറും മുളപ്പിക്കാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ട്. പയററിയാന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് കൊണ്ടുപോകാനും പയററി തന്നെയാണ് കേട്ടോ. ഇന്നാണെങ്കിലേ ശനിയാഴ്ചയാണ്. മുഹമ്മദിന് ക്ലാസ്സില്ല, മൈസക്കും മൻഹയ്ക്ക് ക്ലാസ്സിലും. അപ്പോൾ ഇതാ ഞാൻ പയർ ആദ്യം ഇത്ര പയർ വേണ്ട, അപ്പം പകുതി പയറിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കലാണ്. പിന്നെ പയറെല്ലാം മുളപ്പിക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണിക്കാത്തത്. കുറച്ച് പയറെടുക്കുക, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പയർ മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് രാത്രി ആകുമ്പിൽ ആ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് പയർ നല്ലോണം മുളച്ച് വരും കേട്ടോ. രാവിലെയാണ് പയറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് പയറിട്ട് കൊടുക്കലാണ്. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പയർ കറിയാണ് കേട്ടോ ഇത്. ഞാൻ ഗ്രീൻ പീസ് കടലേൻ്റെ എല്ലാം റെസിപ്പി കാണിച്ചിട്ടില്ലേ, കടലക്കറീൻ്റെ എല്ലാം ഒരുപാട് പേര് ഏറ്റെടുത്തൊരു റെസിപ്പിയാണ്. ഇപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 1 വർഷം 2 വർഷമായി ഞാൻ ആ റെസിപ്പി ചെയ്തിട്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പയർ കറിയാണ്. ഒന്നും വേണ്ട, വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം മതി കേട്ടോ. ഇതിൽ തക്കാളി ഉള്ളി ഒന്നും ചേർത്ത് കൊടുക്കില്ല. ഞാനിപ്പോൾ പയറിലെ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു 5 4 പച്ചമുളക്. കാര്യം നമ്മൾ വേറെ ഒരു സ്പൈസസും എന്താ പറയുക വേറെ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുറച്ച് എരിവിൽ ഈ കറി വേണം. അപ്പം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറച്ചോ കുറവൊന്നുമില്ല. ഇത് ഓൾറെഡി നമ്മൾ എന്താ പറയുക മുളപ്പിച്ചെടുത്ത പയറായതുകൊണ്ട് അത്ര വേവൊന്നും ഉണ്ടാവില്ല. ഒരു 3 വിസിൽ മതിയാവും, 3 2 വിസിൽ മതിയാവും. ഞാനിതാ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പയർ മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി. കാര്യം നമ്മളിത് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. വെള്ളം കൂടിപ്പോണ്ട, പിന്നെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുമ്പം നല്ലോണം ലൂസായി പോകും. ഇത്ര മാത്രം വെള്ളം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഒരു 2 3 വിസിലുകൊണ്ട് തന്നെ എന്താ പറയുക ഈ ഒരു പയർ കുക്കായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പത്തിൽ എന്താ പറയുക പയർ കറിയിലേക്ക് പത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള പത്തിൻ്റെ ഓടെല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു ഓട് എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇത് പ്രസ്റ്റീജിൻ്റെയാണ് കേട്ടോ. ഇത് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നല്ല ഈസിയാണ് നമുക്ക് പത്തിരി ചുടാൻ വേണ്ടിക്ക് ഇതിൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പത്തിരിപ്പൊടി കുഴച്ചെടുക്കലാണ്. നമ്മൾ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കൽ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കലാണ്. പിന്നെ ഈ ഒരു പത്തിരിപ്പൊടിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാതെ പുതിയ ആൾക്കാർക്ക് വേണ്ടിക്ക് പറയുന്നതാണ് കേട്ടോ. ഇത് നല്ലോണം എന്താ പറയുക പച്ചവെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നൂൽപുട്ടും പിന്നെന്താ നെയ്പ്പത്തിരി എന്താ പറയുക റോട്ടി ആ ഒരു എന്താ പറയുക ടയർ പത്തിരിയിലില്ലേ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈസിയാണ്. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കലേ വേണ്ടു. ഇനിയിപ്പോൾ ഇതാ പത്തിരിക്കുള്ള ഓയിലും കൂടി എടുക്കലാണ്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചുട്ടെടുക്കൽ. പിന്നെ ഞാൻ എപ്പോഴും പത്തിൽ ചുടുന്ന കാണുമ്പം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് ഇതെങ്ങനെയാണ് ചുടുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന്. ഇത് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ കഴിയുന്നത് തന്നെയാണ്. ഇതിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവുക, എന്നിട്ട് പത്തിൽ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഓട്ടിൽ വെച്ച് കൊടുക്കുക. നല്ല ചൂടായ ഓടായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക, തിരിച്ച് കൊടുക്കുക. അന്നേരം ആവും കേട്ടോ.
ഇപ്പോൾ ഇതാ ഞാൻ പത്തിൽ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ്. നമ്മൾ പത്തിരി എന്നല്ല പറയൽ, നമ്മൾ പത്തൽ എന്നാണ് കേട്ടോ പറയൽ. പത്തലെല്ലാം നല്ല തേങ്ങാപ്പാലും ബീഫ് കറി അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച ബീഫ് കറി, ചിക്കൻ കറി എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി അല്ലേ. പത്തിലിൻ്റെ ഊട് അങ്ങനെ ചൂടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തേങ്ങയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ ഈ ഒരു എന്താ പറയുക ഗ്രീൻ പീസ് എന്ന് പറയുന്നത് പയറ് കറിയിലേക്കാണ്. ഒന്ന് ഞാൻ ചെമ്മീൻ്റെ വറവുണ്ടാക്കുന്നുണ്ട്, അതിലേക്കാണ്. ഞാൻ ലഞ്ചും കൂടി പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കരിയിലെ എനിക്ക് മുറ്റത്ത് ഒരുപാട് പണിയുണ്ട്. മഴയെല്ലായതുകൊണ്ടില്ലേ മുറ്റത്ത് പാവയെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി അടിച്ചു വാരി വൃത്തിയാക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലേ ഞാൻ വേഗം തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഒരുമിച്ചുണ്ടാക്കും. പിന്നെ കിച്ചണിലേക്ക് വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കട്ടി തേങ്ങാപ്പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പയറ് വെന്തേരം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കണം. നമ്മൾ കടുക് കാച്ചി വയ്ക്കലെന്നാണ് കേട്ടോ പറയൽ. അതിനായിട്ട് ഇതാ ഞാൻ പാന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാനിൽ ഇടം നിൽക്കൂല, എന്നിട്ടൊന്ന് ശരിയാക്കി വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിച്ചെടുക്കുക. കടുക്, വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുക്കിങ്ങിലെ നമ്മൾ ഫുഡിന് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് ചില ആൾക്കാർ വിചാരിക്കും കുറേ സ്പൈസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുറേ മസാല പൗഡർ, കുരുമുളക്, അത് ഇത് എല്ലാം വാരിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഓരോരോ ഫുഡ് ഐറ്റംസിന് ഓരോരോ രീതിയിൽ ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതാ ചെമ്മീൻ്റെ വറവാണ് ഉണ്ടാക്കുന്നത്. അതിനേറ്റ് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് എന്തായാലും പൊട്ടി വരണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ ചൂടായ ശേഷം മാത്രമേ നമ്മൾ എന്ത് വെജീസും അതിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇതാ ഒരു ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് കുക്കാക്കി എടുക്കലാണ്. എപ്പോഴും ഉള്ളിയും തക്കാളിയെല്ലാം നല്ല പേസ്റ്റായിട്ട് വന്നാലാണ് അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഫുഡ് ഐറ്റംസിന്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചില സ്ഥലത്ത് ചേർക്കുക, ചില സ്ഥലത്ത് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ചെമ്മീനെല്ലാം ഇങ്ങനെ വറവലുണ്ടാക്കുമ്പം കറിയിലെല്ലാം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതാ 1 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണും മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കലാണ്. ഈ പച്ച മണം മാറുന്നത് വരെ ഇതിൻ്റെ ഇടയിലെ മുളകിൻ്റെയും മല്ലിൻ്റെ എല്ലാം റോസ് സ്മെല്ല് മാറിയിട്ട് മാത്രം നിങ്ങൾ മീനോ ചെമ്മീനോ എന്തായാലും ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിലൊരു ടിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ല് മാറിയേരം ചെമ്മീന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുക. അതുപോലെ തന്നെ മീനെല്ലാം ഫ്രൈ ആക്കുന്ന ടൈമിൽ നമ്മളെപ്പോഴും വിനെഗർ അതിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മത്തിയെല്ലാവുമ്പിൽ കുറച്ചധികം കുരുമുളക്, മുളക് പൊടിയും പിന്നെ ഉപ്പും മാത്രം ചേർത്തിട്ട് നിങ്ങൾ ഫ്രൈ ആക്കി വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോരോ സ്പൈസസിൻ്റെ ആവശ്യമില്ല. മത്തിൻ്റെ എല്ലാം ആ ഒരു നാച്ചുറൽ അതിൻ്റെ തന്നെ ഒരു ടേസ്റ്റ് ഇറങ്ങി വരും. പിന്നെ ഓവർ സ്പൈസസും മസാലപ്പൊടികളെല്ലാം നമ്മൾ ചേർത്താലില്ലേ ടേസ്റ്റ് കുറയും. പക്ഷെ ഇങ്ങനെ കഴിക്കാത്തതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. കുറച്ച് വിനെഗർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരിക്കലും ഫ്രൈയിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഹെൽത്തിന് നല്ലതാണെന്നെല്ലാം പറയും,
പക്ഷേ നമ്മൾ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞളിൽ കഴുകിയാലും മതി. ഇങ്ങനെ ട്രൈ ആക്കാത്തവർ ട്രൈ ആക്കി നോക്കും, മഞ്ഞൾപ്പൊടി ചേർക്കാണ്ട് മീൻ ഫ്രൈ ആക്കി നോക്കട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയായി. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ടിഫിൻ ബോക്സും എല്ലാം റെഡിയാക്കുന്നുണ്ട്. ഞാനതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും അതെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഈ ഒരു കറിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നതാണ്. ചെമ്മീനും മത്തിയും എല്ലാം. ഇതിപ്പം ഞാൻ ഉച്ചക്കേക്കാണ് ചെമ്മീനും മത്തിയെല്ലാം ഫ്രൈ ആക്കിയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, മുറ്റത്ത് പണിയുണ്ടെന്ന്. പിന്നെ ജസ്റ്റ് എനിക്ക് ഇതിൻ്റെ എല്ലാം വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. വയ്യ, എനിക്ക് ടൈം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ മക്കളെല്ലാം പോയി, 9 മണിയാകാനായിട്ടുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉള്ള വീടാണെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര നേരത്തെ ക്ലീൻ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാലില്ലേ എന്തായാലും അലങ്കോലമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും എനിക്ക് മുറ്റത്ത് കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാലല്ലേ എല്ലാം ക്ലീൻ ആയിട്ട് കിട്ടാം. പിന്നെ മുഹമ്മദിനെ ഞാൻ നേരത്തെ തന്നെ രാവിലെ തന്നെ എനിക്ക് ക്ലാസ് ഇല്ലെങ്കിലേ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് എന്തെങ്കിലും കളർ ചെയ്യാൻ കൊടുക്കും. ഫോൺ തന്നെ അങ്ങനെ കൊടുക്കാൻ നിൽക്കലില്ല. ലീവലുള്ള ദിവസം മൈസിമൻഹു ഇല്ലാത്തവരും ഫോണിനെല്ലാം കരയലുണ്ട്. പക്ഷെ ഞാൻ വേഗം തന്നെ ഓന് രാവിലെ കുട്ടികളെ കുളിപ്പിച്ചാലില്ലേ ഒരു കരയുന്ന ആ ഒരു മൂടും കാര്യങ്ങളെല്ലാം പോയി ഒന്ന് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ ചിത്രം വരയ്ക്കാൻ എന്തെങ്കിലും കാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ചാർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങ് സെറ്റാവും കേട്ടോ. ഓരോരു ഭാഗത്താക്കണമെന്ന് വിചാരിച്ചിട്ട് മൊബൈലും കൊടുത്തിട്ട് നമ്മളങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ ഭാവി തന്നെയല്ലേ നശിക്കുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഇനിയിപ്പോൾ ഇതാ ക്ലീനിങ് ആണ്. പിന്നെ കുട്ടികളെ കാര്യം പറഞ്ഞു തരുമെന്ന് എന്താ പറയുക, കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്, ഇർഫാന ഏത് ട്യൂഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിന്. എന്നാലും എന്നോട് പേഴ്സണലായിട്ടും ഇക്കാനോടും മെസ്സേജിലും എല്ലാം ചോദിക്കലുണ്ട്. നമ്മൾ പാരൻസിന് എപ്പോഴും ടെൻഷനാണ്, നമ്മളെ കുട്ടികളെ ഭാവി എന്താവും, അവരുടെ പഠന കാര്യത്തിൽ അവർക്ക് മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യണം. അതുപോലെ തന്നെ ഹൈസ്കൂൾ എത്തുമ്പം കുട്ടികളുടെ സയൻസ് മാത്സ് വിഷയങ്ങളിലെല്ലാം ഭയങ്കര കൺസേൺ ആണ് പാരൻസ്. അപ്പം സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമോ അവസരമോ ലഭിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഓൺലൈൻ ട്യൂഷൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ ഓൺലൈൻ സ്കൂളിംഗ് ആണ് നിലവിലെ അക്കാദമിക് ട്യൂഷൻ കൊടുക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓൺലൈനായിട്ടാണ്, ഇൻഡിവിജ്വലായിട്ടാണ് ഇവർ ക്ലാസ്സസ് കൊടുക്കുന്നത്. കുട്ടികൾ ആദ്യം എന്താ പറയുക, അക്കാദമിക് ട്യൂഷനിൽ ചേരുന്ന കുട്ടികൾക്കില്ലേ ആദ്യം ഇവരുടെ കുട്ടികളുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കിയിട്ടാണ് ഇവർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇപ്പം സ്കൂളെല്ലാം തുറന്ന ടൈം ആയതുകൊണ്ട് തന്നെ അക്കാദമിക് ട്യൂഷൻ തന്നെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് വേണ്ടത്. സ്പോക്കൺ ഇംഗ്ലീഷ്, അബാക്കസ് അങ്ങനത്തെ ക്ലാസ്സസ് എല്ലാം അവർ വെക്കേഷൻ ടൈമിലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ മെൻറ്ററെ സഹായത്തോടു കൂടിയാണ് കേട്ടോ ഇവർ ക്ലാസ്സസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രീമിയം ക്ലാസ്സസ് തന്നെയാണ് ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൽബിഡോൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തോ. എന്തായാലും കുട്ടികളെ എന്താ പറയുക, കുട്ടികളെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസിന് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൈസാൻ്റെയും മൻഹാൻ്റെ എല്ലാം എന്താ പറയുക ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓരോ റൂമിൽ പോയാലോ എന്ന് വിചാരിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചതിനല്ലോ എന്ന്, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ എൻ്റെ ബെഡ്റൂമും എല്ലാം ഞാൻ നീറ്റാക്കിയിട്ടുണ്ട്. മോനെ ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കും. രാവിലെ എല്ലാം ആകുമ്പോൾ എനിക്കൊരു കരച്ചിലിൻ്റെ മൂടായിരിക്കും. ഞാൻ എന്ത് ചെയ്യും, ബ്രഷ് ചെയ്യിപ്പിക്കുന്ന ടൈം തന്നെ ഒന്ന് ഓയിലെല്ലാം തേച്ചിട്ടൊന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കും. അന്നേരം തന്നെ ആ ഒരു ഫ്രഷ് എനിക്ക് തന്നെ ഒരു തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് തന്നെ ഒരു ഫ്രഷ് ആയിട്ട് തോന്നും. പിന്നെ ഒന്ന് കളിച്ചോളും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കിച്ചണും അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ക്ലീൻ ആക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും ഒരു രീതിയിൽ തന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് ഞാൻ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറുണ്ടാക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുറ്റത്തേക്ക് വന്നതാണ്. ഇതുണ്ടില്ലേ മുറ്റത്ത് മൊത്തത്തിൽ മാങ്ങൻ്റെ ആ ഒരു മാവിൻ്റെ ഒരു പൂവില്ലേ പിടിക്കുമ്പം തന്നെ ഉണ്ടാകുന്ന ആ ഒരു സംഭവം വീണിട്ട് നല്ലോണം കറുണ്ട്. പിന്നെ പാവി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോഗൺവില്ലൻ്റെ എല്ലാം ഇല വീണിട്ട് എൻ്റെ ഗ്രാസ് എല്ലാം മൊത്തത്തിൽ എന്തോ പോലെ എന്താ പറയുക അളിഞ്ഞെന്നെല്ലാം പറയൂലേ, മൊത്തത്തിൽ മോശമായിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി എടുക്കണം. ഇങ്ങനെ നേരത്തെ എന്താ പറയുക
നേരത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ മുറ്റത്ത് ഇറങ്ങാൻ കഴിയും. ഇന്നാണെങ്കിൽ രാവിലെ മഴ ഉണ്ടായിനി, പിന്നെ ഈ ഒരു ടൈമൊന്നും മഴയില്ല. നല്ലൊരു കാലാവസ്ഥയാണ്, അടിച്ചു വാരാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം അടിച്ചു വാരിയിട്ട് ക്ലീൻ ആക്കാമെന്ന്. ഈ ബോഗൺവില്ല കാണുന്ന പോലെയല്ല, മൊത്തത്തിൽ ഇങ്ങനെ ഇല വീണിട്ട് ആ ഒരു ഭാഗത്തെ ഗ്രാസ് മൊത്തത്തിൽ മോശമായി പോകും കേട്ടോ. ഇതിപ്പില്ലേ മഴയ്ക്ക് മുന്നേ ഞാൻ ഗ്രാസ് എല്ലാം കട്ടാക്കി വൃത്തിയാക്കിയതാണ്. നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വേഗം ഇതെല്ലാം വലുതാവും കേട്ടോ മഴയാകുമ്പം. ഇനിയിപ്പം മഴയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരുകയും ചെയ്യില്ല, അഴുകിപ്പോയി പോവും. അതുകൊണ്ട് അധികം വളർന്ന ആ ഒരു കളകളും എന്താ പറയുക ഗ്രാസും കാര്യങ്ങളൊന്നും ഞാൻ പറിച്ച് കളയുന്നില്ല. ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കലാണ്. ഇതിന്ന് അടിച്ചു വാരിയാൽ 2 ദിവസം കഴിഞ്ഞ ഉടനെ ഇതുപോലെ തന്നെ ആവും കേട്ടോ. ഡെയിലി ഞാൻ എന്താ പറയുക ഈ കളയില്ലേ, നമ്മൾ കളമെന്ന് അറിയില്ല, ഇൻ്റർലോക്കില്ലേ, അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ 2 ദിവസം കൂടുമ്പോൾ കേട്ടോ വൃത്തിയാക്കൽ. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് എന്താ പറയുക അടിച്ചു വാരി കഴിഞ്ഞാലേ ഇത് കാണുമ്പം എല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീലായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാനിങ്ങനെ കുറച്ച് സമയം ചിലവാക്കിയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ കളത്തിൽ കുറച്ച് പാവയുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇത് ആ ഒരു ഭാഗമെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഞാനിതാ ഈ ഒരു ഇൻ്റർലോക്ക് ഒന്ന് കഴുകാൻ നിന്നതാണ്. പിന്നെ ഈ ഒരു മാവിൻ്റെ പൂക്കല വീണ ഭാഗങ്ങളൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ. പിന്നെ ഇതുണ്ടിൽ ഇതുപോലെ പാവി പിടിച്ചിട്ട് കച്ചറ പിടിച്ചതെല്ലാം നല്ലോണം ക്ലീൻ ആവും. പിന്നെ ഇങ്ങനെ ക്ലീനായ മുറ്റത്ത് മഴ പെയ്യുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. നല്ല രസമൊന്ന് ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മോനെ ജനലിൻ്റെ അരുവ തന്നെ അങ്ങനെ ആക്കും കേട്ടോ. ഓന് ചിത്രം വരയ്ക്കുന്നത് കാര്യമായിട്ട് ഓൻ ചിത്രം വരച്ചിട്ട് എനിക്ക് അങ്ങനെ കാണിച്ചു തരലല്ലോ എന്ന്. അതെല്ലാം കഴിഞ്ഞ് മോൻ്റെ കൂടെയും കുറച്ച് നേരം ഇരിക്കും കേട്ടോ. മുറ്റം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ലൂറ നമസ്കാരവും പിന്നെന്താ ചോറയ്ക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിന്. അങ്ങനെ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ടതാ ഞാൻ വൈകുന്നേരം കിച്ചണിലേക്ക് വന്ന്. പുറത്ത് നല്ല മഴയുണ്ട്. രാത്രിയൊക്കെയില്ലേ പാനിപ്പൂരി ഉണ്ടാക്കാൻ മക്കൾ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഞാനിതാ പാനിപ്പൂരിയിലേക്കുള്ള എന്താ പറയുക ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കുന്ന ടൈം വീഡിയോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു പാനിപ്പൂരിൻ്റെ റെസിപ്പി ഞാൻ 2 വർഷമായിട്ടായി നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ട്, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതാ 4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കൈപ്പിടി നിറയെ കടലയും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. കടല ഒരു 6 വിസിൽ വരെ വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 3 വിസിൽ മതിയാവും. അപ്പോൾ ഇതാ കടല കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ വേവിക്കുന്നത്. പിന്നെ കടലിടാണ്ടും ചെയ്യാം, പക്ഷേ കടലയും കൂടി ഇട്ടിട്ട് ചെയ്യുമ്പം ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. ഇത് വെള്ളക്കടലയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളധികം എന്നോട് പറയില്ല ഇർഫാന കമൻസിന് റീപ്ലൈ തരാത്തത് എന്താണെന്നറിയോ. നിങ്ങൾക്ക് ഞാനിൽ സത്യം പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യലില്ല. എന്താ പറയുക കുറച്ച് ഭാഗങ്ങളായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. എന്താ പറയുക നമ്മളൊരു ദിവസം രാവിലെ ആയി രാത്രി ആകുന്നവരെ ഒരുപാട് പണികൾ എടുക്കൂലേ. വീട്ടമ്മയാകുമ്പം അറിയാൻ പറ്റും. നമ്മൾ രാവിലെ എണീച്ച് രാവിലെ കുട്ടികൾക്ക് ലഞ്ച് റെഡിയാക്കി പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്, പിന്നെ വീട് ക്ലീനിങ്, മുറ്റം, ബാത്റൂം, അങ്ങനെ നമ്മൾ വീട്ടമ്മമാരെല്ലാ ഭാഗത്തും നമ്മളെ കണ്ണോടിക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ കുറച്ച് ടൈം കിട്ടുമ്പോൾ ഞാൻ ജസ്റ്റ് കമൻസ് വായിക്കലാണ്. റീപ്ലൈയും കൂടി തരാൻ എനിക്ക് സത്യം പറഞ്ഞ ടൈമില്ലാത്തതുകൊണ്ടാണ്. സോറി, ജാടയാണ്, അഹങ്കാരം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരെയും കമൻറ്റ് ഞാൻ വായിക്കലുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കമൻസ് വായിക്കുമ്പം. അതുപോലെ തന്നെ നമ്മളിപ്പം സാധാ ജോലി ചെയ്യുന്ന പോലെയല്ല, വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പില്ലേ അതിൻ്റെ ഇരട്ടി ടൈമാവും. ഞാനിപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കുമ്പം വെറുതെ ഉണ്ടാക്കുകയാണെങ്കിലേ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ട് ഓരോരോ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതാക്കുമ്പോഴെല്ലാം 2 മണിക്കൂർ 1 മണിക്കൂറെല്ലാം തന്നെ എന്തായാലും ചിലവാകും. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം തന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വന്നത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ചധികം ഇവിടെ എല്ലാവർക്കും പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ
പാനിപ്പൂരിയിലേക്കുള്ള ഇംലി സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാനൊരു വെല്ലം എടുത്തിട്ടുണ്ട്, 5 ഈത്തപ്പഴം, ഒരു നെല്ലിക്ക വലുപ്പത്തിലും അതിലും കുറച്ച് വലുപ്പത്തിൽ പുളിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എല്ലാം കഴുകിയിട്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ മുളക് പൊടി, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂണും, അതിലും കുറച്ച് കുറവോ ചാട്ട് മസാല ഇല്ലേ, ചാട്ട് മസാല എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ കിട്ടും, അതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. എല്ലാ ഐറ്റംസും നല്ലോണം കുക്കായിട്ട് ആ ഒരു വെല്ലെല്ലാം നല്ലോണം മെൽറ്റായിട്ട് വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയ ജീരകം എന്ന് പറയുമ്പം ക്യുമിൻ സീഡില്ലേ, അത് പൊടിച്ചത് കുറച്ച് മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള മല്ലിയില, പുതിനയില, പച്ചമുളക്. മല്ലിയിലയും പുതിനയിലും കുറച്ച് അധികം തന്നെ വേണം. നല്ല ഫ്രഷ് മല്ലിയില പുതിനയില എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അതിലേക്കുള്ള ആ ഒരു ഗ്രീൻ കളറിലുള്ള ആ ഒരു വെള്ളമില്ലേ, അത് റെഡിയാക്കി എടുക്കാനാണ്. അത് പെർഫെക്റ്റായിട്ട് എങ്ങനെയാണെന്ന് റെഡിയാക്കാമെന്നല്ല ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. 2 വർഷം മുന്നേ ഞാൻ പാനിപ്പൂരിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണിക്കാൻ കാര്യം ഞാൻ കുറേ ആയി കാണിക്കാത്ത നിങ്ങൾക്ക്. അപ്പോൾ വിചാരിച്ചു നിങ്ങളും കൂടി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. ഞാൻ പുറത്തുനിന്ന് വാങ്ങൽ കുറവാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങാൻ ഇഷ്ടമില്ല. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പം ഭയങ്കര ടേസ്റ്റ് അല്ലേ. പൊതുവേ ഇല്ലേ കാക്കും മക്കൾക്കും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡോടാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങൽ കുറവ് തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവുമോ അങ്ങനത്തെ എല്ലാം ഒരു സംശയമായിരിക്കും അല്ലേ. ഇതാകുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പം നല്ല സമാധാനത്തിൽ കഴിക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ ഇതെല്ലാം ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ സാധനവും നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ശനിയാഴ്ച രാത്രിയിലേ എനിക്കിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ തോന്നും. കാരണം ഇക്കാക്കും കുട്ടികൾക്കെല്ലാം പിറ്റേ ദിവസം ലീവാണ്, എല്ലാവരും ഒത്തിട്ടിരുന്നിട്ട് കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെ ഇംലി സോസിൻ്റെ ആ ഒരു സംഭവമെല്ലാം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടില്ലേ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് ആ ഒരു വെല്ലെല്ലാം നല്ലോണം മെൽറ്റായിട്ട് വരണം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ കടലയില്ലേ, വെള്ളക്കടല, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഈ വെള്ളക്കടല ചേർത്ത് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചേർത്ത് കൊടുക്കാത്തവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ഉടച്ചെടുക്കുക. ഈ കടല ഒരു 3 മണിക്കൂറെല്ലാം വെള്ളത്തിൽ കുതിർത്തി പിന്നെ ഒരു 6 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയതും 4-5 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കുക. എനിക്ക് കൂടുതൽ എരിവ് ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ഇട്ട് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ചാട്ട് മസാലയാണ് 1 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പം 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. ഉപ്പ് നോക്കണം കേട്ടോ. ചാട്ട് മസാലയിൽ ഉപ്പുണ്ടാവും, അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഉപ്പിന് പകരം ഈ ചാട്ട് മസാല തന്നെയാണ് ചേർത്ത് കൊടുക്കൽ. ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ചാട്ട് മസാലയെല്ലാം ഇങ്ങനെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഏതെങ്കിലും ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. എല്ലാത്തിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇംലി സോസ് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് പുളിയിലില്ലേ നമ്മൾ പുളി ഇട്ട് കൊടുക്കൂലേ, പുളിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഈത്തപ്പഴത്തിൻ്റെയും. എന്നിട്ട് അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിക്ക്. നമുക്ക് സമൂസേൻ്റെ കൂടെ ഏത് സ്നാക്കിൻ്റെ കൂടെയും ഡിപ്പായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പാനിപ്പൂരിക്ക് മാത്രമല്ല. ഇനിയിപ്പോൾ ഒരു കൈപ്പിടി നിറയെ പുതിനയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 1 ഇഞ്ച് വലിപ്പത്തിൽ അതിൽ കുറച്ച് വലിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒരു കൈപ്പിടിയിലും കുറച്ചധികം മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനിയിപ്പോൾ ഇത് നല്ല ഗ്രീൻ കളറായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ചാട്ട് മസാല തന്നെ 1 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ചധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാലില്ലേ നമ്മളെ ഈ ഒരു വെള്ളം നല്ല ഗ്രീൻ കളറായിട്ടുണ്ടാവും കേട്ടോ. ഞാനിതാ നമ്മുടെ ഇംലി സോസില്ല അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം അടിച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അരിച്ചെടുക്കണം. ഞാനിത് ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇത് എത്ര നേരം വെച്ചാലും ഈ ഒരു ഗ്രീൻ കളറ് മാറില്ല കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം.
ദണ്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അധികം നമ്മൾ കടയിലെല്ലാം വാങ്ങുമ്പം ഒരു വല്ലാത്തൊരു കളറിലെല്ലാം ഉണ്ടാവുക. ഈ ഒരു സത്യം പറഞ്ഞാൽ ശരിക്കും ഈ ഒരു കളറാണ് കേട്ടോ വേണ്ടേ. ഇനിയിപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം പാനിപ്പൂരിൻ്റെ എന്താ പറയുക പൂരി പൊരിച്ചെടുക്കണം. ഞാനില്ലേ ഷോപ്പിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങലാണ് കേട്ടോ, ഞാൻ പൂരി ഉണ്ടാക്കലൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. എന്നിട്ട് എന്താ ഈ ഒരു പൂരിയിൽ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇത് വാങ്ങിയിട്ട് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തതിനാൽ നമുക്ക് എന്താ പറയുക പാനിപ്പൂരി തിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇംലി സോസെല്ലാം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വേഗം ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ച് അതിൽ കുറച്ച് ഉള്ളിയിട്ട് പച്ചമുളക് ഇട്ട് ചട്ട് മസാലയും മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെന്താ കുറച്ച് മല്ലിയിലും പുതിനയിലെല്ലാം അരച്ച് കഴിഞ്ഞാൽ ഈസിയല്ലേ. കുട്ടികൾ വേണമെന്ന് പറയുമ്പം പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാണ്ട് വേഗം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്കെല്ലാം പിറ്റേ ദിവസം ലീവുള്ള ദിവസമാണെങ്കിൽ തലേ ദിവസം രാത്രി ഓരോരുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊന്നും വീട്ടിലുണ്ടാവാം. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്ക് ഈ ഞായറാഴ്ചയെല്ലാം ലീവല്ലേ, അപ്പോൾ ശനിയാഴ്ച രാത്രിയെല്ലാം ഇങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്നതിലും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിരിക്കൂലേ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പൂരിയെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കലാണ്. ഇത് പെട്ടെന്ന് കുക്കാക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. വീട്ടിലെല്ലാം റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾ റെഡിയാക്കുന്ന തന്നെയായിരിക്കും. ചെയ്യാത്തവർക്ക് വേണ്ടി പറയുന്നതെന്ന് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇതാ പൂരി മൊത്തത്തിൽ ഞാൻ എന്താ പറയുക ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളും കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം കഴിച്ചിട്ട് കുട്ടികളോട് കുറച്ച് ഇരുന്നിട്ടല്ലോ കേട്ടോ ഞാൻ എന്താ പറയുക പാത്രങ്ങളെല്ലാം കഴുകും. ഞാനിതാ ഇതിലേക്ക് നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതാ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. കുറച്ചധികം ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫില്ലാക്കാം. എന്നിട്ട് ഇതാ ഇംലി സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിതാ ഈ ഒരു ഗ്രീൻ ചട്നി എന്താ പറയുക അതെന്താ പറയുക എനിക്കറിയില്ല, ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്താ പറയുക ഈ ഒരു മിക്സറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ച പാനിപ്പൂരിയിലും അടിപൊളി ടേസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് പാനിപ്പൂരി കഴിക്കലാണ്. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പാനിപ്പൂരി കഴിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ആരോ എത്ര എണ്ണ നമ്മളിങ്ങനെ മത്സരിക്കലെല്ലാം ചെയ്യുന്നുണ്ട്, എത്ര ഫസ്റ്റ് ആരോ എത്ര കഴിച്ചെന്നെല്ലാം പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇതാ പാത്രം കഴുകലാണ്. പിന്നെ മക്കളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നെല്ലാം എന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട്. ഒരു ഹെൽപ്പെല്ലാം ചെയ്യും കേട്ടോ. ഞാനങ്ങനെ പറയലൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ് പണിയെടുക്കാൻ വേണ്ടിക്ക്. നമ്മൾ വീട്ടിലെ പാത്രങ്ങളും എനിക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഓട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയലൊന്നുമില്ല. പക്ഷെ ഓർക്ക് ഞാനില്ലാത്തവരോർ പെർഫെക്റ്റ് ആയിട്ട് ബെഡ്ഷീറ്റ് ഇരിക്കും, അടിച്ചു വാരാനും തുടക്കാനും ഫുഡ് ഉണ്ടാക്കാനും എല്ലാം മാഷാല്ലാ മൈസാക്കും മനഹാക്കും അറിയാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന് തന്നെയല്ല, എന്താ പറയുക നമ്മൾ കണ്ടിട്ട് പഠിക്കും. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈം ഓരോ സ്കൂളിലത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നമ്മൾ അരിയത്ത് അങ്ങനെ നിർത്തിയാൽ മതി. ഓരെല്ലാം കണ്ടിട്ട് തന്നെ പഠിക്കും. അങ്ങനെ അവർക്കെല്ലാം അറിയാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സമയം കിട്ടുന്ന ടൈം മുഹമ്മദിൻ്റെ കാര്യമായാലും ഓരോ കാര്യമായാലും ഓരോ കബോർഡായാലും ഓരോ അലക്കാനുള്ളതായാലും മടക്കി വെക്കലായാലും എല്ലാം ഒരു ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ രാത്രിയിൽ നമ്മൾ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് മാത്രം കിടക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കച്ചറ ഇടുന്ന ബക്കറ്റും കാര്യങ്ങളും എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ മൊത്തം കൗണ്ടർ ടോപ്പും തടിച്ച് നിലത്തിൽ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ വൃത്തിയാക്കി കിടന്നു നോക്കിയാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിച്ചൺ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ രാത്രി പ്രാണികൾ, കൂറ, പല്ലി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളെ കിച്ചണ് നല്ലൊരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. ഞാൻ കിച്ചണിൽ നിന്ന് മീൻ മുറിക്കുന്നൊരു വീഡിയോ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടില്ലേ, അയ്യോ എല്ലാവരും അടിപൊളി കമൻസാണ് കേട്ടോ തന്നെ. അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, കിച്ചണിനാണോ മീൻ മുറിക്കുന്നത്, മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ലേ. ഇല്ല കേട്ടോ, നമ്മളെപ്പോഴും നീറ്റാക്കിയിട്ട് കൊണ്ടു നടന്നാൽ നമ്മൾ കിച്ചണിൽ എന്ത് മുറിച്ചിരുന്നാലും ആ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സമയത്തിന് അതുപോലെ ക്ലീൻ ചെയ്താൽ മതി. എന്താ പറയുക, അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. നമ്മൾ മീനെല്ലാം മുറിച്ച് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും എന്തെങ്കിലും ചെറിയൊരു പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലാണ് സ്മെല്ലുണ്ടാവുക.
ഇതിപ്പം നമ്മൾ ഓരോരോ ഭാഗങ്ങളും ഡീറ്റെയിൽഡായിട്ട് ക്ലീൻ ആക്കുകയാണെങ്കിൽ അങ്ങനത്തെ കിച്ചണിൽ ഒരിക്കലും സ്മെല്ലുണ്ടാവില്ല. ഇതിപ്പം മാഷാല്ല എൻ്റെ വീടെടുത്തിട്ട് ഇപ്പം 3 വർഷം കഴിയാൻ 3 വർഷമായിട്ടുണ്ടാവും. പുതിയ കിച്ചൺ പോലെ തന്നെയില്ലേ, കാര്യം നമ്മൾ ഡെയിലി അങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ടാണ് കേട്ടോ. ഇതിപ്പം ഞാൻ ക്ലീൻ ആക്കാണ്ടിരിക്കുകയാണെങ്കിലേ എൻ്റെ കിച്ചൺ ഇപ്പം എന്താ പറയുക എടുക്കാനും വെക്കാനും ഉണ്ടാവില്ല എന്ന് അറിയുന്നാലേ മോശമായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഡെയിലി നമ്മൾ ക്ലീൻ ആക്കിയാൽ തന്നെ വീട് എപ്പോഴും പുതിയതുപോലെ ഉണ്ടാവും. എന്താ പറയുക, കുറച്ച് ടൈം നമ്മളതിന് മാറ്റി വെച്ചാൽ മതി, ആസ്വദിച്ച് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏശ നമസ്കരിക്കണം. പിന്നെ രാത്രിയെല്ലാം നേരത്തെ കിടന്നുറങ്ങിയാലല്ലേ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും. രാവിലെ എണീച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് പണികൾ തീരും. അപ്പം നേരത്തെ ഒന്ന് കിടന്നുറങ്ങാനും ശ്രദ്ധിക്കുക. ജീവിതത്തിലൊരു ചിട്ടി അടുക്കെല്ലാം ഉണ്ടാക്കിയാൽ തന്നെ ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മാറും കേട്ടോ. മാഷാല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.